ധനികയായ സ്ത്രീ ആവട്ടെ തന്റെ മകൻ ഒരു ഭക്ഷണം വിതരണം ചെയ്യുന്ന ഡെലിവറി ഗേളിന്റെ അടുത്തിരുന്ന് സന്തോഷപൂർവ്വം ഭക്ഷണം കഴിക്കുന്നത് കാണുന്നു. അവൻ ഹൃദയം നിറഞ്ഞ് അത്രയും ചിരിക്കുന്നത് അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ പോകുന്നത് കണ്ടിട്ടാവട്ടെ അവരെ പിന്തുടരാൻ ഡ്രൈവറോട് അവർ ആവശ്യപ്പെടുന്നു. പെൺകുട്ടി വേസ്റ്റ് സാധനങ്ങൾ പുറത്തെടുക്കുന്നതിനിടയിൽ ആ സ്ത്രീ ആവട്ടെ തന്റെ കൂട്ടുകാരുമൊത്ത് അവിടേക്ക് വന്ന് പെൺകുട്ടിയെ തടയുന്നു. അതിനുശേഷം അവർ മൂന്നുപേരും കൂടി സ്ത്രീയുടെ രൂപം ശ്രദ്ധാപൂർവം വീക്ഷിക്കാൻ തുടങ്ങുന്നു. പെൺകുട്ടി വളരെയധികം സുന്ദരിയാണെന്ന് പറഞ്ഞ് അവളെ പ്രശംസിക്കുന്നുണ്ട്. അതിനുശേഷം ധനികയായ സ്ത്രീ ആവട്ടെ തന്റെ ബാഗിൽ നിന്ന് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ പുറത്തേക്കെടുക്കുന്നു. തന്റെ മകനെ വിവാഹം കഴിക്കാനുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ പെൺകുട്ടിക്ക് നൽകാമെന്നും പറയുന്നു. ഇത് കേട്ട പെൺകുട്ടിക്കാവട്ടെ ധനികയായ സ്ത്രീ തമാശ പറയുകയാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് പെൺകുട്ടിയുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വരുന്നു, അതായത് ധനികയായ സ്ത്രീയുടെ മകൻ. ഈ സമയത്താണ് ധനികയായ സ്ത്രീയുടെ മകനാണ് തന്റെ ഭർത്താവെന്ന് പെൺകുട്ടി മനസ്സിലാക്കുന്നത്. തന്റെ മകൻ വളരെ ധനികനാണെന്നും അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി കിട്ടുന്ന വിലപിടിപ്പുള്ള ഒരു ബ്രേസ്ലെറ്റ് സമ്മാനമായി കൊടുക്കുന്നു. പക്ഷേ യുവാവട്ടെ പെട്ടെന്ന് തന്നെ തന്റെ അമ്മയെ തടഞ്ഞുകൊണ്ട് യുവാവ് ധനികനാണെന്നുള്ള കാര്യം അവളോട് പറയരുതെന്ന് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ പെൺകുട്ടി തന്നെ ഡിവോഴ്സ് ചെയ്യാമെന്ന് പറയുന്നു. യുവാവും പെൺകുട്ടിയും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ യാദൃശികമായി നടന്നതാണ്. ആ ദിവസം പെൺകുട്ടി ആവട്ടെ ധനികനുള്ള റെസ്റ്റോറന്റിലേക്ക് തന്റെ മകളുമായി ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വന്നതാണ്. എന്നിരുന്നാലും ധനികനായ യുവാവിനെ തന്റെ ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളിയായി തെറ്റിദ്ധരിച്ച് അയാളോട് അവളും മകളും സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ട്. യുവാവിന് തന്റെ അമ്മയെ ഇഷ്ടപ്പെടാതിരിക്കാൻ പെൺകുട്ടിയാവട്ടെ തന്റെ അമ്മ വളരെയധികം അലസതയുള്ളവളാണെന്നും തടിച്ചയാണെന്നും ഒക്കെ പറയുന്നു. തന്റെ അമ്മയെ വിവാഹം കഴിച്ചാൽ ജോലികളെല്ലാം അയാൾ ചെയ്യേണ്ടി വരുമെന്നും അത് മാത്രമല്ല അയാളുടെ ജീവിതം സന്തോഷകരമായിരിക്കില്ല എന്നും പറയുന്നു. കുട്ടി വളരെ ചെറുപ്പമായതുകൊണ്ട് തമാശ പറയുകയാണെന്ന് പെൺകുട്ടി ഈ സമയം കൊണ്ട് കുഞ്ഞിനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതും പറഞ്ഞ് യുവാവിനോട് പെൺകുട്ടി ക്ഷമാപണം നടത്തുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവൾക്കും ബ്ലൈൻഡ് ഡേറ്റിൽ പങ്കെടുക്കാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. തുടർന്ന് പെൺകുട്ടിയാവട്ടെ അയാൾക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. അമ്മയും മകളും വളരെ രസകരമായി യുവാവിന് തോന്നുന്നുണ്ട് ഈ സമയത്ത്. എന്നിരുന്നാലും യുവാവിനെയും ഈ സമയത്ത് വിവാഹം കഴിക്കാനായി കുടുംബം നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ സ്ത്രീയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. യുവാവിന്റെ ആഡംബര കാറിന്റെ കീ കണ്ടപ്പോൾ പെൺകുട്ടിക്കാവട്ടെ ധനികരായ ആൾക്കാരെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഇത് ആഡംബര കാറിന്റെ താക്കോലൊന്നും അല്ല എന്നും ഇത് വ്യാജമായ ഒരു താക്കോലാണെന്നും തനിക്ക് സ്ഥിരമായ ഒരു ജോലിയില്ല എന്നുമൊക്കെ പെൺകുട്ടിയോട് അയാൾ കള്ളം പറയുന്നു. ഇത് കേട്ട പെൺകുട്ടിയാവട്ടെ യുവാവ് തനിക്ക് പറ്റിയ ഒരാളാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും തനിക്കൊരു കുട്ടിയുണ്ടെന്നും അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവളുടെ മകളെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് യുവാവ് പറയുന്നു. അയാളുടെ ആത്മാർത്ഥത കണ്ടിട്ട് അയാളെ വിവാഹം കഴിക്കാൻ പെൺകുട്ടി സമ്മതിക്കുന്നു.